ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഇറച്ചി കേക്കിൻ്റെ റെസിപ്പിയാണ്. അതിനായി ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നീളത്തിലരിഞ്ഞ് വലിയുള്ളി ചേർത്ത് കൊടുക്കാം. 3 വലിയുള്ളിയാണ് എടുത്തത്. ഇനി ഇതിലേക്ക് കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ വഴന്ന് വന്ന ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ക്രഷ് ചെയ്തത് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കനും ഉള്ളിയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സായ ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ഉള്ളിയുടെ മസാല ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മുട്ടയും ഉള്ളിയും നല്ലപോലെ മിക്സ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ മിക്സായ ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ചെടുക്കണം. അതിനുശേഷം മസാലക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. മുട്ടയുടെ മിക്സ് നല്ലപോലെ ഒഴിച്ച് കൊടുത്ത ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു അടുപ്പ് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്ത ശേഷം ഇതൊന്ന് മൂടി തുറന്ന് ഇതുപോലെ ആവുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 ഭാഗം ഒന്ന് വേവിച്ചെടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി മറ്റേ ഭാഗം ഒന്ന് വെന്ത് വരുന്നത് വരെ അടച്ച് വയ്ക്കാം. ഇപ്പം നമ്മുടെ ടേസ്റ്റിയായ ഇറച്ചി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.